എന്റെ ഷാജഹാൻ, നിങ്ങൾ ഈ ആർഷോയെ പോലുള്ള ഒരു സംഘം ചെറുപ്പക്കാര് ചുണക്കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ട് CPM-ന്റെ തണലിൽ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ വിലസിയിരുന്നത്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും CPM-ന്റെ കേഡർമാരുമാണെന്നേ. അതെന്താ അറിയാതെ പോകുന്നേ? പറഞ്ഞോട്ടെ, ഇനി ഒന്ന് പറഞ്ഞോട്ടെ. ആ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും നട്ടാക്കുൽക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ടേ ഞാൻ ഷാജഹാൻ ഇവിടുന്ന് ഇറങ്ങി കസേര ഇറങ്ങി പോവുള്ളൂ. പാർട്ടിയുടെ എല്ലാ സർവ സൗജന്യങ്ങളും പറ്റി ഞാൻ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് SFIയുടെ ചില ചുണക്കുട്ടികൾ കൊണ്ടാണ്. ഒരു പുല്ലുമല്ല. ഞാൻ CPM-നകത്തേക്ക് വന്നത് ഇതുപോലെ ഈ തോട്ടിനകത്തൂടെ തടിക്കഷ്ണം ഉരുണ്ടു വന്ന പോലെ അല്ല മിസ്റ്റർ ഹക്സർ. എന്റെ MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഫസ്റ്റ് ക്ലാസ് ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. My MPhil in Fisheries Economics is from JNU, Jawaharlal Nehru University, with a first class. And my LLB is from Trivandrum Law College at the age of 53 with a first class. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത്, അങ്ങനെയാണ് ഞാൻ ഇരുന്നത്. അല്ലാതെ കുറെ അലവനാദികളുടെ പിട്ടം താങ്ങിയിട്ടല്ല ഞാനൊന്ന് ഈ കസേര കയറി ഇരുന്നത്. മനസ്സിലായോ? ഞാൻ VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പേർട്ട് ആയിരുന്ന IS ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുള്ളത് അറിയാവോ നിങ്ങൾക്ക്? അത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് MPhil പാസ്സായിട്ട് വന്നതാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എങ്ങനെയാണെന്ന് അറിയാമോ? മിസ്റ്റർ ഹക്സ്കർ ഓൾ ഇന്ത്യ സെലക്ഷനിൽ മുഖത്തൊരു ചെറിയൊരു ചമ്മല് കാണുന്നുണ്ട്, സ്വാഭാവികമാണ്. ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യയിൽ നിന്ന് 15 പേരെ ഉടലെടുത്ത് 11 ഞാൻ. അങ്ങനെയാണ് ഞാൻ IS ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. അന്ന് ഞാൻ CPM ആയിരുന്നു. അതിൽ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. അത് ഇന്നത്തെ CPM ആയിരുന്നില്ല. ഇന്നത്തെ ആർഷവന്മാരെ പോലുള്ള ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ നല്ല അന്തസ്സായിട്ടുള്ള യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ വന്നു, ജോലി ചെയ്തു. അതിന്റെ ഗുണം അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോ പുല്ലേന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി 2006. അത് അല്ലാതെ നിങ്ങളെ പോലെ പൃഷ്ഠം താങ്ങിയില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അതൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ പലരും ഈ പാർട്ടിയുടെ അപ്പകഷ്ണങ്ങൾ തിന്ന് ചീർത്തു വീർത്തിട്ട് അത് നിങ്ങൾ അപ്പകഷ്ണം തിന്ന് ചീർത്തത് നിങ്ങളാണ്. തെറ്റായ വഴിയിൽ പോയി ആ പാർട്ടിയെ വിമർശിക്കണം. ഇതാ VS അച്യുതാനന്ദൻ പഠിപ്പിച്ച ഞങ്ങളെ. അല്ല നിങ്ങളെ പോലെ ഈ അപ്പകഷ്ണം വാലാട്ടി പട്ടികളെ പോലെ നടക്കാനല്ല. അല്ല, അങ്ങ് പറയുന്നത് ഒരു ലെനിനിസ്റ്റ് തത്വമല്ല. സംഘടന ഏതെങ്കിലും പിശകിലേക്ക് പോകുമെങ്കിൽ തിരുത്തണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം. അതാണ് കമ്മ്യൂണിസ്റ്റ് ബോധ്യം. അങ്ങനെ ബോധ്യമില്ലാതെ ബോധ്യമില്ലാതെ ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ടൈമായി. ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിലവിലെ CPM-ൽ ഇവരാരും നിൽക്കില്ല. കാരണം ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരാണ് നിലവിൽ CPM-നകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ചിലർക്ക് പിൻവാതിൽ നിയമനം കിട്ടുന്നുണ്ട്, ചിലർക്ക് ഈ പറയുന്ന പോലെ 7 ലക്ഷത്തിന്റെ കർട്ടൻ ഇടുന്നുണ്ട്, ചിലർ സ്വിമ്മിംഗ് പൂള് കുത്തുന്നുണ്ട്. ശരിക്കും തന്നല്ലേ? ചിലർക്ക് ക്യാബിനറ്റ് പദവികൾ കിട്ടുന്നുണ്ട്, ചിലർ ജിമ്മ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു നമ്മളിപ്പോൾ സ്പീക്കറുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്.
അദ്ദേഹത്തിനൊരു ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റും എത്രയോ ജിമ്മുണ്ട്, പിന്നല്ലാതെ എത്രയോ ജിമ്മുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ കാര്യത്തിൽ അദ്ദേഹം അത്രയേറെ കൺസേൺഡ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർ വരുന്ന അല്ലെങ്കിൽ 5 സ്റ്റാർ ഫെസിലിറ്റികളുള്ള എത്രയോ ജിമ്മുകളുണ്ട്. MLA ഹോസ്റ്റലിലുണ്ട്, അല്ലെങ്കിൽ പറയാം എത്രയോ ജിമ്മുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നടന്നാ മതി, വയറ് കുറയില്ലേ? നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, ആ നിയമസഭാ കോംപ്ലക്സിന്റെ അകത്തൊന്ന് ഓടിയാൽ മതിയല്ലോ. അതിനകത്ത് തന്നെ എത്രയോ -2 കോഴിക്കാല്. ഭരണത്തിൽ കയറി ഇരിക്കുന്നത് ഇതുപോലെ തിന്ന് ചീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. പിണറായി വിജയന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കേട്ടിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ ചെന്ന് നിന്ന് തമ്പ്ര അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ധീര വീര പറക്കുന്ന കഴുകനെ ഓടുന്ന കുതിരയെ ചാടുന്ന കഴുതയെ എന്നൊക്കെ വിളിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ എന്താണ് നെഞ്ചൊക്കെ വിരിച്ച് ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വാരിക്കോരി പണ്ടത്തെ രാജാക്കന്മാരെ മറ്റേ നീ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റേ കൃഷ്ണമല്ലല്ലോ പഴയ മാലയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതുപോലെ അദ്ദേഹം ഇപ്പൊ എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അവസാനം ഇവരുടെ ഒരു ഇടപാട് പോലും സുതാര്യമായിട്ടല്ല പൊക്കോണ്ടിരിക്കുന്നത്. ഈ അദ്ദേഹം നമ്മുടെ ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ ഐഡിയ ഒക്കെ ആയിരുന്നു ഈ പറയുന്ന കോക്കോണിക്സ് എന്നൊക്കെ പറയുന്ന ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായത്. ഈ ലാപ്ടോപ്പ് ഇതുവരെ ഓൺ ആയിട്ടില്ല. ഈ കോക്കോണിക്സ് ലാപ്ടോപ്പ് വാങ്ങിച്ച ഒരാൾക്ക് ഞാൻ 1-2 പേരോട് ചോദിച്ചു ഇതിനെങ്ങനെ സ്പീഡൊക്കെ ഉണ്ടോ, സ്പീഡുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓണാവണ്ടേ എന്നുള്ളതാണ്. സ്പീഡുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് ഓണാവണ്ടേ എന്നുള്ളതാണ്. എന്തിനേറെ പറയണം, ആ കൈരളി TV ഉണ്ടല്ലോ ഇവരുടെ പാർട്ടി ചാനല്, ആ പാർട്ടി ചാനൽ വാർത്ത വായിക്കാൻ ഇരിക്കുന്നവർ പോലും ഈ പറയുന്ന കോക്കോണിക്സ് ലാപ്ടോപ്പ് ഉപയോഗിക്കില്ലെന്നേ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാവണ്ടേ. അപ്പൊ ഈ ഇലക്ട്രിക് ഓട്ടോ സർക്കാർ ഇറക്കിയതാണ്. ഇപ്പൊ സർക്കാരിന്റെ ഈ പറയുന്ന വലിയ തള്ളൊക്കെ വിശ്വസിച്ച് വലിയ PR മഹാമഹം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, കുറെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചു. അവര് ബാങ്കിൽ പോയി ലോൺ എടുത്തുകൊണ്ട് വന്ന് ഈ ഓട്ടോ വാങ്ങി. ഈ ഓട്ടോ ഓടണ്ടേ? ഞാൻ നേരത്തെ കോക്കോണിക്സ് ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഓട്ടോ ഓടണ്ടേ? അപ്പൊ ഈ കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇട്ടൊരു സാധനം വന്നു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ എ ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു മോശം സാധനം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ പടത്തിന് ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. അതുപോലെ ഈ കെ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഇപ്പൊ പൊതുവിൽ ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന സാധനം. അത് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയുന്ന പോലെ ഈ കുരങ്ങിന്റെ കയ്യിൽ പുതിക്കാത്ത തേങ്ങ എടുത്തു കൊടുക്കുന്നത് പോലെയാണ് ഈ കെ വെച്ചുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത്. ഇത് വരും, പക്ഷെ ഒന്നും നടക്കില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്താ പരിപാടി? ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? എടാ നാണമില്ലടാ ചേട്ടാ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.